നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. എം.ടി. വാസുദേവൻ നായർ വിടവാങ്ങി. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം.ടി. വാസുദേവൻ നായർ 1933 ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിയിലായിരുന്നു ജനിച്ചത്. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം എം.ടി. എന്ന ചുരുക്കപ്പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, ജെ.സി. ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. 1965 എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെ വിവാഹം കഴിച്ച എം.ടി. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം വേർപിരിയുകയും 1977 പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. കോഴിക്കോട് നടക്കാവിൽ രാരിച്ചൻ റോഡിലെ സിത്താര എന്ന വീട്ടിലായിരുന്നു താമസം. മൂത്ത മകൾ സിത്താര ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവാണ്. ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ അശ്വതി നർത്തകിയാണ്. 1986 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1973 നിർമാല്യം എന്ന ചലച്ചിത്രത്തിന് ദേശീയ പുരസ്കാരം, 1990 ഒരു വടക്കൻ വീരഗാഥ, 1992 കടവ്, 1993 സതയം, 1995 പരിണയം എന്നീ സിനിമകൾക്ക് 4 തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും, 1978 ബന്ധനം എന്ന സിനിമയിലൂടെ മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം, 1991 കടവ് എന്ന സിനിമയിലൂടെ മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം, 1978 ബന്ധനം എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം, 1995 ജ്ഞാനപീഠ പുരസ്കാരം, 2009 കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം, 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 ജെ.സി. ഡാനിയൽ പുരസ്കാരം, 2014 നാലപ്പാടൻ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരം, ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം എന്നിവ എം.ടിക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച സൃഷ്ടികൾ കലാലോകത്തിന് സമ്മാനിച്ച എം.ടി. വാസുദേവൻ നായർക്ക് കണ്ണീർ പ്രണാമം.